ശിഷ്യൻ മത്സ്യത്തിന് കാവലിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിന് പുതുജീവൻ കൈവന്നു. അത് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഊളിയിട്ടുപോയി. അത് പോയ വഴി ഒരു ദ്വാരം പോലെ വെള്ളത്തിൽ കാണപ്പെട്ടിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യൻ ആ കാഴ്ച കണ്ട് അമ്പരന്നിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുണർത്തുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ അദ്ദേഹം ഉണർന്നിട്ടു പറയുവാനായി നിശബ്ദനായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ഉണർന്നപ്പോൾ പിശാച് കാര്യം പറയുന്നത് ശിഷ്യനെ മറപ്പിച്ചു കളഞ്ഞു. ഉറക്കമുണർന്ന മൂസാ നബി അലൈഹിസ്സലാം ആകട്ടെ മത്സ്യത്തിന്റെ വിവരം അന്വേഷിക്കാനും മറന്നു. ക്ഷീണം തീർന്ന അവർ വീണ്ടും നടത്തം ആരംഭിച്ചു. രാവും പകലും നടന്നു തളർന്ന മൂസാ നബി അലൈഹിസ്സലാം ശിഷ്യനോട് ഭക്ഷണം എടുക്കാൻ ആവശ്യപ്പെട്ടു. നിശ്ചയം ഈ യാത്ര നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ശിഷ്യന് മത്സ്യത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഗുരു, നമ്മൾ മുമ്പ് ആ പാറക്കല്ലിന് സമീപം വിശ്രമത്തിലായിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ മത്സ്യം കടലിലേക്ക് ചാടിപ്പോയിരുന്നു. ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്താൻ മറന്നുപോയതാണ്. പിശാചൻ ആ കാര്യം മറപ്പിച്ചു കളയുകയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ശിഷ്യനോട് കോപിച്ചില്ല, ശിക്ഷിച്ചതുമില്ല. ശാന്തനായി അദ്ദേഹം പറഞ്ഞു, അതാണല്ലോ നാം ആഗ്രഹിക്കുന്നത്, നമുക്ക് അവിടേക്ക് തന്നെ മടങ്ങാം. അവർ വന്ന വഴിയെ തിരികെ നടന്നു. മുമ്പ് വിശ്രമിച്ച ആ പാറക്കല്ലിന് സമീപമെത്തിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു. ഒരു വന്യവയോധികൻ സമുദ്രതീരത്തിരിക്കുന്നു. നാവിൽ എന്തോ ഉരുവിടുന്നുണ്ട്. ഖിദർ നബി അലൈഹിസ്സലാം ആയിരുന്നു അത്. ഖിദർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയ ശേഷം യൂശഅ നബി അലൈഹിസ്സലാമിനെ തിരികെ പറഞ്ഞയച്ചു എന്നും അതല്ല അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേക്കൊന്നും നാം കടക്കേണ്ടതില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അടുത്തു ചെന്ന് സലാം പറഞ്ഞു. ഖിദർ നബി അലൈഹിസ്സലാം ചോദിച്ചു, വഅലൈക്കും സലാം, എവിടെ നിന്നാണൊരു സലാം? മൂസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടി അടുത്തു ചെന്ന് പറഞ്ഞു, ഞാൻ മൂസാ നബിയാണ്. ഖിദർ നബി അലൈഹിസ്സലാം ചോദിച്ചു, ബനി ഇസ്രായേലിലെ മൂസയാണോ? അതെ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രതികരിച്ചു. ഖിദർ നബി അലൈഹിസ്സലാം ആഗമനോദ്ദേശം ആരാഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് അങ്ങയിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതിന് താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു, എനിക്ക് അല്ലാഹു തആല ഒരു തരം വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് താങ്കൾക്കറിയണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ച അറിവ് വേറെയാണ്, അതെനിക്കും അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻഷാ അല്ലാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. താങ്കൾക്കെതിരായി ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ശരി, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഞാൻ വിശദീകരിച്ചു തരുന്നതുവരെ എന്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാം ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. ഖിദർ നബി അലൈഹിസ്സലാം എണീറ്റ് കടൽ തീരത്തോടുകൂടി നടത്തം ആരംഭിച്ചു.